ഹലോ, ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് ഒരു സാരിയുടെ എംബ്രോയിഡറി ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്താണിയിൽ മാത്രം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബേസ് ഡിസൈൻ. ഞാനിത് ഒരു ചെറിയൊരു കട്ടിയുള്ളൊരു പേപ്പറിലാണ് വരച്ചിട്ടുള്ളത്. ഈ ഡിസൈൻ ഞാൻ വരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് കോപ്പി എടുത്തിട്ടുള്ളതല്ല, പിൻട്രസ്റ്റിൽ നിന്ന് ചെറിയൊരു റെഫറൻസ് നോക്കിയിട്ട് അതിനെ ഇമ്പ്രൂവൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ സാരിയുടെ അടിയിൽ ഇതാ ഇങ്ങനെ വെച്ചിട്ടാണ് അതിൻ്റെ മീതെ കൂടെ നോക്കി വരയ്ക്കുന്നത്. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ വിസിബിലിറ്റിക്ക് ചെറിയ പ്രശ്നമുണ്ട്, അപ്പോൾ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിസൈൻസ്. അപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് മുന്താണിയിലുള്ള ഡിസൈനാണ് കേട്ടോ. മുന്താണിയിലുള്ള ഡിസൈൻസാണിത്. ഇത് ഒരു കോർണർ, റൈറ്റ് കോർണർ, ഇത് ലെഫ്റ്റ് കോർണറിൽ ഒരു വലിയ ഡിസൈനും 2 ചെറിയ ഡിസൈനും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ഡിസൈനിങ് വരിക ചെസ്റ്റ് പോർഷനിൽ ഒരു 3 ഡിസൈൻ, റൈറ്റ് ലെഗിൻ്റെ അവിടെ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഒരു ഡിസൈൻ. ഇത്രയാണ് ഇതിൽ ഡിസൈൻസ് വരിക. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റിച്ചസ് ആണ്, എങ്ങനെയാണ് വരയ്ക്കണത് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് ആങ്കറിൻ്റെ മൾട്ടി ഷെയ്ഡ് ത്രെഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ത്രെഡിന് ഒരു സ്കെയിലിന് 22.5 രൂപയാണ് ആയിട്ടുള്ളത് ഫിജിയിൽ നിന്ന് മേടിച്ചപ്പോൾ. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്ന് 1315 ആണ് കേട്ടോ. ഞാൻ ഈ ഒരു കാർഡ്ബോർഡല്ല, ബുക്കിൻ്റെ ചട്ടയൊക്കെ വരുന്ന ആ ഒരു കട്ടിയുള്ള ഒരു ഷീറ്റിലാണ് ആ ഡിസൈൻ വരച്ചത്. ഞാൻ എന്നിട്ടത് വരയ്ക്കുകയും ചെയ്തിരിക്കുന്നു സാരിയിലോട്ട്. ഈ ഒരു ഹീറ്റ് ഇറേസബിൾ പെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വരച്ചിട്ടുള്ളത്. വൈറ്റ് ഇങ്ക് വരുന്നത്, നമുക്കിത് റെഡ്, ബ്ലൂ, വൈറ്റിലൊക്കെ കിട്ടും. ഇതെന്താ ഞാൻ ഉപയോഗിക്കാൻ കാരണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പിന്നെ പറയാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വരച്ച് വന്നപ്പോഴത്തേക്ക് ഈ ഒരു റീഫില്ലിലെ മഷി കഴിഞ്ഞു പോയി. അടുത്തൊരു റീഫില്ലിൽ ഫുൾ ഇങ്ക് ഉണ്ട്, പക്ഷെ അത് തെളിയുന്നില്ല കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഭാഗം ഞാൻ പെൻസിൽ വെച്ചിട്ട് ആ ഒരൊറ്റ ഷേപ്പ് മാത്രം പെൻസിൽ വെച്ച് വരച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് 10 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് കേട്ടോ. ആക്ച്വലി 8 ഇഞ്ചിൻ്റെ ഫ്രെയിം സഫീഷ്യൻ്റ് ആണ് ഈ ഒരു ഡിസൈൻ കവർ ചെയ്യുന്ന രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ 8 ഇഞ്ചിൻ്റെ ഫ്രെയിം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 10 ഇഞ്ച് എടുത്തിരിക്കുകയാണ് കേട്ടോ. ത്രെഡ് യൂസ് ചെയ്യുന്നത് 3 സ്ട്രാൻഡ് ത്രെഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ത്രെഡ് എപ്പോഴും എടുക്കുക ഇങ്ങനെയാണ്, അതായത് 3 സ്ട്രാൻഡിൽ തന്നെ ത്രെഡ് എടുത്തിട്ട് ഒരു ചെറിയൊരു അറ്റം ഇങ്ങോട്ട് നീട്ടിയിടുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് താഴെ കെട്ടിടും. അതല്ലാതെ ഇങ്ങനെ കോർത്തെടുക്കുന്ന, അതായത് സൂചിയുടെ 2 അറ്റത്ത് കൂടെ കോർത്ത് സാധാരണ നമ്മൾ ഹെമ്മിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ എടുക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുത്തോളൂ. ഞാൻ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫ്രെയിമിൽ തുണി ചുറ്റിയിട്ടുള്ളതാണ്, ഉള്ളിലത്തെ റിങ്ങിൽ തുണി ചുറ്റിയിട്ടുള്ളതാണ്, മുന്നിൽ ചുറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. സോ ദാറ്റ് നമ്മുടെ സാരിക്ക് കാര്യമായ ഡാമേജ് ഒന്നും വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ അതായത് ഇതുപോലെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ വുഡൻ ഫ്രെയിമിൽ തുണി ചുറ്റിയിട്ട് യൂസ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഫ്രെയിം ഇതാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സാരിയിൽ വർക്ക് ചെയ്യുമ്പോൾ സാരി ചുളിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് ഭാഗത്താണോ വർക്ക് വരണേ ആ ഭാഗം മടക്കി ഫ്രണ്ട് ഫേസ് ചെയ്യുന്ന പോലെ വെച്ചിട്ട് അങ്ങനെയാണ് ഫ്രെയിം വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ള സ്റ്റിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സ്റ്റിച്ചും സാറ്റിൻ സ്റ്റിച്ചും മാത്രമാണ്. വേറെ ഒരു സ്റ്റിച്ചും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇത് ബ്ലാക്ക് സാരി ആയതുകൊണ്ടാണ് ഷാഡോ സ്റ്റിച്ച് ഇതിൽ യൂസ് ചെയ്യാത്തത് കേട്ടോ. ആക്ച്വലി ഷാഡോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണിത്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, 4 ഔട്ടറിൽ വരുന്ന 4 ഒരു ഡിസൈൻ, പിന്നെ ആ സെൻറ്ററിലെ 4 ഡിസൈൻ. അപ്പോൾ അതിലാണ് നമ്മൾ ആകെ കൂടെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്കി എൻ്റയർ ഡിസൈനും ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നിടത്ത് സ്റ്റെം സ്റ്റിച്ച് ചെയ്യാം, റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം, വിപ്ഡ് റണ്ണിങ് ചെയ്യാം, അല്ലെങ്കിൽ വിപ്ഡ് ബാക്കോ ആ രീതിക്ക്, അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഏത് ഒരു സ്റ്റിച്ച് വേണമെങ്കിലും അവിടെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് എടുത്തത്. ബാക്ക് സ്റ്റിച്ചിനേക്കാളും നിങ്ങൾ റണ്ണിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈം കൺസംഷൻ കുറയ്ക്കാം ഒരു ഡിസൈൻ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതായത് എനിക്കൊരു എൻ്റയർ ഡേ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നാലും എനിക്ക് 2 ഡിസൈനാണ് ഇത് തീർക്കാൻ പറ്റുക കേട്ടോ. ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തതുകൊണ്ട്. അത് റണ്ണിങ് ആണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ഹാഫ് ഡേ കൊണ്ട് നമ്മുടെ 2 ഡിസൈൻ തീരും. അതായത് ഈ ഫുൾ സാറ്റിനും എല്ലാം വന്നിട്ട് അങ്ങനെ തീരും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളിടുന്ന റേറ്റ്, ഡിസൈനിൻ്റെ വലുപ്പം ഒക്കെ നോക്കിയിട്ട് സ്റ്റിച്ച് ചൂസ് ചെയ്യുക, ഡിസൈൻ ചൂസ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ കുറച്ചൊന്ന് ഡിസൈൻ തുന്നിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി തുടങ്ങി. ഓക്കെ, സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യണത്. ആ ഒരു ടിയർ ഡ്രോപ്പ് പോലത്തെ ഷേപ്പിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക.
നമ്മൾ 3 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ഹെക്സഗൺ അല്ല, ഒരു ജോമെട്രിക്കൽ ഷേപ്പ് താഴത്തെ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ടിപ്പ് വരെ തുന്നി കൊടുക്കുക കേട്ടോ. വലിയ ഗ്യാപ്പൊന്നും വരാതെ ഏകദേശം ആ ബോർഡറിനെ ടച്ച് ചെയ്തിട്ട് തന്നെ തുന്നി കൊടുക്കുക. നല്ല നീറ്റായിട്ട് തുന്നാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാനിപ്പോൾ തുന്നിയപ്പോൾ അതിൻ്റെ ടിപ്പിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ വളരെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ആണെങ്കിൽ അതങ്ങനെ എടുത്ത് അറിയില്ല കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ഡിസൈൻ ഞാൻ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വെച്ചിട്ട് ഇത് കെട്ടിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഈ താഴത്തു നിന്ന് നൂല് വലിച്ചിട്ട് നല്ല നീറ്റായിട്ടുള്ള കെട്ട് ഇട്ട് കൊടുക്കുക. ഒറ്റ തവണ കെട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ വളരെ പറ്റ വെച്ചിട്ട് വെട്ടി കളയാതെ, അതായത് അപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് കെട്ടിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെയാണോ കെട്ടിടുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് യൂഷ്വലി കെട്ടിട്ട് കൊടുക്കുന്നത്. ഈ ഒരു ത്രെഡ് പിടിച്ചിട്ട് ഒരു കെട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ട്രിം ചെയ്ത് കളയുക. അപ്പോൾ ഒരു ചെറിയൊരു തെറ്റ് നിർത്തിയിട്ട് തന്നെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും 3 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പോയിൻ്റിൽ നിന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിലോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത് സെയിം ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് നമ്മൾ തുടക്കം ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ. ഞാൻ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൽ ചില സമയത്ത് സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത് വേരിയേഷൻ വരാറുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അഴിക്കും, വീണ്ടും തുന്നും. കുറേ ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുന്നതിൽ ചെറിയ വ്യത്യാസമൊന്നും പ്രശ്നമൊന്നുമില്ല. എന്നാലും നമ്മൾ ഏകദേശം ഇങ്ങനൊരു മനസ്സിലൊരു കണക്ക് വെച്ചിട്ട് ആ സൂചി കുത്തിയെടുക്കുന്നത് ആ ഒരു പോയിന്റിൽ, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഒരേപോലെ വരികയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഡിസൈൻ കാണാനായിട്ട് ഏറ്റക്കുറച്ചിൽ വന്നാൽ പെട്ടെന്ന് എടുത്ത് അറിയും എന്നല്ല, പക്ഷേ ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ലെങ്കിൽ അതിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ. അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നോക്കാം കേട്ടോ. അധികവും ഇത് മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് ചെക്കോട്ട സാരിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് അധികവും ഹാൻഡ് എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസിൽ പോപ്പുലറായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കോട്ടൺ ചെക്കോട്ട. അതല്ലാതെ നമുക്ക് ഓർഗൻഡി, സിൽക്കി കോട്ട, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നിങ്ങൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഏതൊക്കെ മെറ്റീരിയൽസാണ് നല്ല രസമായിട്ട് വരിക എന്നുള്ളത് കേട്ടോ. ഇതൊക്കെ ഇതിലൊക്കെ കോട്ടൺ ചെക്കോട്ടയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തെടുക്കുമ്പോൾ അത് ഭയങ്കര രസമായിട്ട് ഉടുക്കാൻ പറ്റുന്ന, അതായത് ഉടുത്താൽ അതേപോലെ ഇങ്ങനെ വടി പോലെ നിൽക്കുന്ന ഒരു ഓഫീസ് വെയർ എന്നുള്ള രീതിക്കാണെങ്കിൽ വളരെ എലിഗൻറ്റ് ലുക്ക് തരാൻ പറ്റിയിട്ടുള്ള സാരികളാണ് കേട്ടോ കോട്ടൺ ചെക്കോട്ട സാരീസൊക്കെ. പല പേജസിലും ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അതല്ലാതെ നമുക്ക് ഓഫ്ലൈൻ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഒരു 500 റേഞ്ചിലാണ് കേട്ടോ വരിക. 500-550 അല്ലെങ്കിൽ അതിന് ഒരു 500 to 600 റേഞ്ചിൽ നിങ്ങൾക്കൊരു സാരി അവൈലബിൾ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഈ തുന്നുന്നത് ബോറിങ് ആയതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ, കുറച്ചധികം സ്പീഡാക്കിയിട്ടുണ്ട്. കാരണം ഇതുതന്നെയാണ് കുറച്ചധികം നേരം കൊണ്ടാണ് ഞാനത് ഷൂട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ നല്ല ടൈം കൺസ്യൂമിങ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നോക്കി ശ്രദ്ധിച്ചിട്ട് തുന്നിയാൽ നമ്മൾ കുത്തിയ ഗ്യാപ്പിൽ നിന്ന് തന്നെ തിരിച്ചെടുക്കാൻ നോക്കുക. സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത് സെയിം അല്ലേ നോക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ആ ബാക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇത്ര ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ സൂചിയിൽ കൊരുത്തിട്ട് നൂലുള്ളതാണ് താഴത്തു കൂടെ കണ്ടതല്ല, അത് ഞാൻ ത്രെഡ് വലിച്ചിട്ടുള്ളതല്ല കേട്ടോ. ഇനി ഒരു കാര്യം നോക്കാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ തുന്നി പോകുമ്പോൾ ആ സെയിം സൈഡിൽ വരുന്ന, ഇപ്പോൾ ഒരു ലെങ്തിൽ ത്രെഡ് എടുക്കുമല്ലോ, ആ സെയിം സൈഡിൽ അധികം ത്രെഡ് വലിക്കാതെ തുന്നാൻ പറ്റിയിട്ടുള്ള ഡിസൈനൊക്കെ ഒപ്പം തുന്നി പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് അധികം കെട്ടുകൾ ഇടാതെയും നൂല് താഴത്തു കൂടെ വലിക്കാതെയും ചെയ്യാൻ പറ്റും. ഇനി ഞാൻ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഒന്നുമില്ല, നേരത്തെ കാണിച്ച അതേ സ്റ്റിച്ച് തന്നെയാണ്. ഇത് തുന്നി കാണിക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ, പക്ഷെ എന്നാലും വീഡിയോയുടെ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് ഇത് തുന്നുന്നുണ്ട് കേട്ടോ. ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ വരച്ച മാർക്കിൻ്റെ
ഉള്ളിലൂടെയാണ് ഞാൻ തുന്നുന്നത്. അതായത് ആ മാർക്കിങ് പുറത്ത് കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ഡിസൈൻ വരച്ചപ്പോൾ അതങ്ങനെ വരച്ചു. പക്ഷേ എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഒരെണ്ണം തുന്നിയപ്പോൾ എനിക്ക് അത്രയും വലുപ്പത്തിൽ ആ സെൻറ്റർ പെറ്റൽ വരണത് ആ ഡിസൈൻ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഭയങ്കര ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നത് പോലെ തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റിയിട്ട് അതിനേക്കാൾ കുറച്ചും കൂടെ തിന്നായിട്ട്, അതായത് ആ ലൈനിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു പാറ്റേൺ എടുത്ത് തുന്നുന്നത് കേട്ടോ. നമ്മൾ ഇത് സ്ലാൻഡിങ് ആയിട്ട് തന്നെ ചെറിയൊരു സ്ലാൻഡ് കൊടുത്തിട്ട് തന്നെയാണ് ഈ സാറ്റിൻ സ്റ്റിച്ച് ചെയ്തു പോകുന്നത്. 3 സ്ട്രാൻഡ്സിൽ തന്നെയാണ് ത്രെഡ് ഉള്ളത്. ഇങ്ങനെ ആ ഒരു പൊസിഷൻ നോക്കിയിട്ട് തുന്നി പോവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് ഇവിടെ കിടക്കില്ലേ എന്നുള്ളൊരു ഡൗട്ടാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹീറ്റ് ഇറേസബിൾ പെന്നാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതൊരു പ്രശ്നമല്ല. നമ്മുടെ വൺസ് നമ്മളുടെ ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മാർക്കിങ് കംപ്ലീറ്റ് ഇറേസായി പോകട്ടോ. ആ പെന്ന് അധികം ഡിസൈൻസ് നമുക്കത് വെച്ച് വരയ്ക്കാൻ പറ്റില്ല, അതിൽ കുറച്ച് ഇങ്കുള്ളൂ, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ 10 രൂപയ്ക്കാണ് നമുക്കത് ഇവിടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു എക്സ്പെൻസീവ് സൈഡാണെന്ന് വേണം പറയാൻ, പക്ഷെ അതിന് ഈ ഒരു ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പെറ്റൽ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏകദേശം. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എൻ്റയർ ഡിസൈൻ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പോൾ നമ്മളിതിലാകെ യൂസ് ചെയ്തിട്ടുള്ളത് ബാക്ക് സ്റ്റിച്ചും സാറ്റിൻ സ്റ്റിച്ചും മാത്രമാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്റ്റിച്ചിൽ വേരിയേഷൻസ് വരുത്താം. അപ്പോൾ ഈ സെൻറ്ററിൽ ഞാൻ സാറ്റിൻ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെറിംഗ് ബോൺ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇനി ഞാനിത് ഒന്ന് അയൺ ചെയ്ത് കാണിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫ്രെയിമിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ആ ഒരു മാർക്കിങ് നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടല്ലോ, അത് ജസ്റ്റ് ഞാൻ ആദ്യം ആ ഫ്രെയിമിൻ്റെ മാർക്ക് പോകാനായിട്ട് ഇവിടെ സൈഡിലൊക്കെ ഒന്ന് അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഡിസൈൻ്റെ മീതെ കൂടെ അയൺ ചെയ്യുന്നില്ല, ഞാൻ ബാക്ക് സൈഡിൽ നിന്നാണ് ഞാനത് അയൺ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കാണിക്കാം. ആ ഒരു മാർക്ക് നമുക്ക് എൻറ്റയർലി പോയി കിട്ടും കേട്ടോ. ഓക്കെ, നിങ്ങൾ സീക്വൻസ് വർക്കൊക്കെ ഇതിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അയൺ ചെയ്യരുത്. സീക്വൻസ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പകരം ബ്ലോ ഡ്രൈയോ ഹെയർ ഡ്രയറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ഒന്ന് കാണിച്ചാലും പോകും കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാന്നുള്ളത് വേറൊരു ചാനലിലൊരു കുട്ടി പറയണ കേട്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഡിസൈനിലെ മാർക്കിംഗ് എല്ലാം പോയിട്ടുണ്ട്. ഡിസൈൻ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോയുടെ എൻഡിൽ ഞാൻ സാരിയിൽ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ആവശ്യമുള്ള അല്ലെങ്കിൽ എസെൻഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എവിടെയാണ് മാർക്ക് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. അപ്പോൾ അത് അറിയില്ലാത്തവർ മാത്രം ഇതിൻ്റെ ബാക്കി വീഡിയോ കണ്ടോളൂ കേട്ടോ. ഹലോ, അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് സ്റ്റിച്ച് ഇഷ്ടമായി, ഇത് നമ്മൾ ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാരിയിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവൻ ദോ ഞാൻ 1-2 വർഷം മുന്നേ സാരിയിൽ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് എനിക്കിങ്ങനെ ഈ ഒരു പൊസിഷൻ കഴിഞ്ഞിട്ട് ഏത് പൊസിഷനിലാണ് വരിക, ഡിസൈൻ വരയ്ക്കേണ്ടത് എന്നുള്ള ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എനിക്കത് അതിനൊരു നല്ലൊരു ക്ലാരിറ്റി വരുത്തി തന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് അറിയില്ല വെച്ചാൽ നമുക്ക് വെയർ ചെയ്യാനുള്ളൊരു സാരിയിൽ മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എവിടെയാണ് ഡിസൈൻ മാർക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഒറ്റ ഒരു വഴിയുള്ളൂ, നമ്മളത് സാരി വെയർ ചെയ്യുക, അതിന് ശേഷം ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കുക, എന്നിട്ട് ഏതൊക്കെ പൊസിഷനിലാണോ നമുക്ക് ഡിസൈൻ വരേണ്ടത് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. വേറെ ആരെക്കൊണ്ടെങ്കിലും ജസ്റ്റ് ഒരു ഡോട്ടായിട്ട് ഡ്രസ് സ്റ്റോക്ക് വെച്ചിട്ടോ അല്ല അങ്ങനെ സ്റ്റെയിൻ പിടിക്കാത്ത എന്തെങ്കിലും ഒരു സംഗതി ഡ്രസ് സ്റ്റോക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡോട്ടായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് ഓവറോൾ എവിടേക്കാണോ ഡിസൈൻ വേണ്ടത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഡിസൈൻ വരയ്ക്കുക ചെയ്യുക. ഇതാണ് ഒരു മെത്തേഡ്. അത്രയ്ക്ക് പ്രിസൈസായിട്ട് നമുക്ക് ഡിസൈൻ എവിടെ സ്പ്രെഡ് ആവണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ, അതല്ലാത്ത കേസിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഗതി അറിയില്ലല്ലോ. അതായത് ഓരോ ആളുകളുടെ ഹൈറ്റും വണ്ണം ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ ഇങ്ങനെ സാരി ഉടുത്ത് ചുറ്റി വരുമ്പോൾ ഇതെവിടെ വരും എന്നുള്ളതൊക്കെ നമുക്ക് ഓരോരുത്തരുടെയും അറിയില്ല. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 5'2" അല്ലെങ്കിൽ 5'2"നും 5'3" ഇടയ്ക്കാണ് ഒരു നോർമൽ ഒരു ലേഡിയുടെ ഹൈറ്റ്. അതായത് ഒട്ടുമിക്ക ആളുകളുടെ ഹൈറ്റ് എന്ന് കൺസിഡർ ചെയ്തിട്ട് നമ്മളങ്ങനെ മാർക്ക് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന മെഷർമെൻറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ആവും കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ആ ഒരു കറക്റ്റ് പൊസിഷൻ ഏകദേശം വലിയ തെറ്റില്ലാതെ എങ്ങനെയാണ് വരിക എന്നുള്ളത്.
അപ്പോൾ നമ്മൾ സാരി നിവർത്തി ഇടുമ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ മുന്താണി ഭാഗം നമ്മുടെ നേരെ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഡിസൈൻ സ്പ്രെഡ് ചെയ്ത് പോകേണ്ടത്. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പ്ലീറ്റ് ഇട്ട് ഒതുക്കി വരുമ്പോൾ അടിയിലേക്ക് പോകുന്ന ഭാഗമാണ് റൈറ്റ് സൈഡ്. അതായത് ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഈ സാരി കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതിപ്പോൾ ഇതിപ്പോൾ മിറർ ഇമേജ് ആയതുകൊണ്ട് തിരിഞ്ഞിരിക്കും. ഇത് ലെഫ്റ്റ് സൈഡാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ റൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് മുന്താണിയാണ്, പല്ലൂല് വരുന്ന ഡിസൈനാണ്. ആൻഡ് ഇത് നമ്മുടെ നേരെ നിവർത്തിയിട്ട് കഴിഞ്ഞാൽ ഇത് റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡിലൊരു ഡിസൈനും ഞാൻ കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ മുന്താണിയിൽ 3 ഡിസൈനുമാണ്. ഓക്കെ, ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് പിടിക്കാം. ലെഫ്റ്റ് സൈഡ് പിടിച്ചിട്ട് നമുക്ക് ചെസ്റ്റ് പോർഷൻ്റെ അവിടെ ഡിസൈൻസ് മാർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തത് വെച്ചാൽ ഒരു 54 ഇഞ്ച് മുന്താണിയുടെ ഏറ്റവും അറ്റത്തുനിന്ന് ഒരു 54 ഇഞ്ച് കണക്കാക്കിയിട്ട് അവിടെ ഒരു പോയിന്റ് ജസ്റ്റ് മാർക്ക് ചെയ്തു. അവിടെ ഒരു ഡിസൈൻ വരണം. ഏത് ഡിസൈൻ ആണെങ്കിൽ ഒരു ഡിസൈൻ അവിടെ വന്നു. പിന്നെ ഒരു 5-6 ഇഞ്ച് ഡിഫറൻസിൽ 2 സൈഡിലേക്കും നമുക്ക് ഓരോ ഡിസൈനും കൂടി വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയില്ലേ നമ്മളിങ്ങനെ പ്ലീറ്റ് ഇട്ട് ഉടുത്ത് വരുമ്പോൾ കാണുന്നുണ്ടല്ലേ? ഓക്കെ, ഇങ്ങനെയല്ലേ പ്ലീറ്റ് ഇടുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ അതായത് ഈ ഒരു ഡിസ്റ്റൻസിൽ ഒരു 3 ഡിസൈൻ വരുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. ഒരു 54 ഇഞ്ച്, 54 എന്നുള്ളത് 53, 55 ആയാലും നോ വറീസ്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 5, 4.5, 5, 6 നിങ്ങളുടെ 6 മാക്സിമം മതിയാവും. നിങ്ങളുടെ ഡിസൈനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ ഒരൊറ്റ ഡിസൈൻ തന്നെ വളരെ ലെങ്തി ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അളവ് ക്രമീകരിക്കാം. ഓക്കെ, ഒരു 54 മാർക്ക് ചെയ്തിട്ട് ഒരു 5 ഇഞ്ച് അങ്ങോട്ടും ഒരു 5 ഇഞ്ച് ഇങ്ങോട്ടും ഇറക്കിയിട്ട് ഡിസൈൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഭാഗം കറക്റ്റ് ആവും കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് റൈറ്റ് ലെഗിൽ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ ഒരു ഡിസൈൻ നോർമലി കൊടുക്കാറുണ്ട്. അതെവിടെ മാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ മുന്താണിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ടല്ലേ അളന്നത്. ഇനി അത് ലെഫ്റ്റ് സൈഡിൽ തന്നെ വരണം. ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് തന്നെ വരണം. നമുക്ക് ലെഫ്റ്റ് സൈഡ് അരഭാഗത്ത് നിന്ന് പിടിക്കാം. അരഭാഗത്ത് കുത്തുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് ഒരു 44 ഇഞ്ച് തൊട്ട് കണക്കാക്കിയിട്ട് 44ൻ്റെയും 46ൻ്റെയും ഇടയ്ക്ക് 44 ഇഞ്ചിൽ മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. 44 തൊട്ട് 46 എന്നുള്ളൊരു ഇഞ്ച് മെഷർമെൻറ്റിൽ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും സ്റ്റാൻഡിങ് പൊസിഷനിൽ ഒരു ഡിസൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അത് ഉടുത്ത് വരുമ്പോൾ റൈറ്റ് ലെഗിൻ്റെ ഭാഗത്ത് വരും കേട്ടോ. 44 ഇഞ്ച് കണക്കാക്കിക്കോളും. 44, 45 ഓക്കെയാണ്. 1 മീറ്ററിനേക്കാൾ കൂടുതൽ എന്തായാലും നമുക്കിങ്ങനെ ചുറ്റി വരുമ്പോൾ ആ ഒരു ഭാഗം അങ്ങനെ വരും. അപ്പോൾ ഇതാണ് നോട്ട് ചെയ്യാനായിട്ട് പറയണം എന്ന് വിചാരിച്ച 1-2 പോയിന്റ്. കാരണം ഞാനിത് കൃത്യമായിട്ടൊരു ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ കിട്ടുമെന്ന് നോക്കിയപ്പോൾ എനിക്ക് കൃത്യമായിട്ടൊരു സാധനം കിട്ടിയില്ലായിരുന്നു. എൻ്റെ തന്നെ പഴയ വീഡിയോയിൽ ഞാൻ അത് മീറ്ററായിട്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പഴയ വീഡിയോയിൽ ഒരു സാരി ചെയ്ത വീഡിയോയിൽ അതിൻ്റെ മെഷർമെൻറ്റ് മുന്താണിന്ന് ജസ്റ്റ് ഡിസൈൻ പറഞ്ഞത് എത്ര മീറ്റർ ഇപ്പുറത്താണ്, പൈപ്പിങ് തുടങ്ങുന്നത് എത്ര മീറ്റർ വിട്ടിട്ടാണ് എന്നൊക്കെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് എവിടെയും ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം കിട്ടിയില്ല. സാരി ചെയ്യുന്ന എല്ലാവർക്കും ഇത് ചെയ്യാൻ അറിയുന്നുണ്ടാവുന്നുണ്ട്, അതിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യാൻ. ഞാനിത് ഉദ്ദേശിച്ചത് എന്നെപ്പോലെ ക്ലൂലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്ന് ചെയ്തതാണ് എന്നാൽ പോലും ക്ലൂലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. എനിവേ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.